നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോ കാണുന്നവർക്ക് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് കൊടുക്കുന്നതെന്നുള്ളതാണ്. ഓക്കെ, ഒരു നിയോഗമായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇതിൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് സന്ദേശം കിട്ടുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 4 കാർഡ്സിൻ്റെ സ്പ്രെഡാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ദ ലവേഴ്സാണ് ആദ്യത്തെ കാർഡ്. ദ ലവേഴ്സ് കാർഡ് വന്നു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്, പക്ഷേ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, പറയാം. എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ നടക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ലവേഴ്സിനെയാണ് നിങ്ങൾ കാണുന്നത്, അല്ലേ? അപ്പോൾ അതിൽ ആ ലേഡി നേരെ നോക്കുന്നത് ഗോഡസിനെയാണ്. അപ്പോൾ വളരെയധികം പ്രാർത്ഥിക്കുകയാണ് ലേഡി. എന്താ വെച്ചാൽ ഒരു പക്ഷേ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ ജീവിതത്തിലോ ഉണ്ടാവുന്ന വിഷമങ്ങൾ മാറ്റിത്തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വിഷമങ്ങൾ, ഒരു പക്ഷേ ഹസ്ബൻഡിനെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ളതായിരിക്കാം. അത് മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഒപ്പം തന്നെ പിറകിലൊരു അഗ്നിപർവ്വതമുണ്ട്, അത് ഏത് നിമിഷവും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോകുക എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ വളരെയധികം നിങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹത്തിലാണ്, നല്ല കണക്ഷനാണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള സ്നേഹത്തിനെ നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നല്ല ദാമ്പത്യമുള്ളൊരു കാർഡാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൂടിയിട്ട് അതിലുണ്ട് എന്നുള്ളതാണ് ദ ലവേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാഷായിട്ടൊന്നും സംസാരിക്കാതെ നല്ല രീതിയിൽ സംസാരിക്കുക. ദെൻ യൂണിവേഴ്സ് വിൽ ഗിവ് യു ഓൺ ടു ഗ്രേറ്റർ തിങ്സ് എന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നല്ല സാധനങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ കൊണ്ടെത്തിച്ചു തരുന്നുള്ളതാണ്. പല വഴികളും ഉണ്ടാകും മുന്നിൽ ഒരു പക്ഷേ വളരെയധികം ശ്രദ്ധിച്ചിട്ട് അതിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. And this card represents you and your partner having a good connection that most couples can only dream about എന്നുള്ളതാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ബന്ധം മറ്റുള്ളവർ സ്വപ്നം കാണുന്ന പോലെയുള്ള ബന്ധമായിരിക്കും നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ളത്. അത്രയും സ്നേഹമായിരിക്കും. പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ നിങ്ങളുടെ പാർട്ട്ണറെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം കെയർ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ട് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാം. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹേർട്ടിനാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലാവാം. ഹെൽത്ത് കുറച്ചും കൂടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയിട്ട് ഈ കാർഡിനൊരു അർത്ഥമുണ്ട്. ഓക്കെ, ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ വളരെ നല്ല കാർഡാണ്, സ്റ്റേബിളായിട്ടുള്ളൊരു കാർഡാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കാർഡാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ആത്മീയ പാതയുമായിട്ട് എങ്ങനെയാണ് കൂടുതൽ അടുക്കാൻ കഴിയുകയാണ്, സ്പിരിച്വൽ കണക്ഷൻ എങ്ങനെ കിട്ടുന്നുള്ള കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. ജഡ്ജ്മെൻറ്റ് കാർഡിൽ വന്നിരിക്കുന്ന കാരണം നിങ്ങൾക്ക് അതും പോസിറ്റീവായിട്ടുള്ള കാർഡാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. മേജർ ആർക്കാനിൽ വരുന്നതാണ് 2 കാർഡുകളും. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻ എടുക്കാൻ പറ്റിയ കറക്റ്റ് സമയമാണെന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. നമ്മളെ ഉണർത്താനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെയാണ് എങ്കിൽ ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ കേസ്, കോർട്ട് ഓർഡർ പോലുള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്നും ഇതിന് ഒരർത്ഥമുണ്ട്. പക്ഷേ നിങ്ങൾ ഡിസോണസ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ തിങ്സ് വിൽ ചേഞ്ച് ആൻഡ് ദാറ്റ് വിൽ എഫക്റ്റ് യു വെരി ബാഡ്ലി എന്നുകൂടി ഇതിൽ കൂട്ടിയിട്ട് അർത്ഥമാക്കുന്നു. ഓക്കെ, അപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുക. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വളരെ നല്ലൊരു സമയമായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനുള്ളൊരു സാധ്യത കൂടിയിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് ദ ജഡ്ജ്മെൻറ്റ് അർത്ഥമാക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾക്ക് കാർഡ് നോക്കാനുള്ളത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് അവബോധം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്, അതിനുള്ള കഴിവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് കാർഡ് നോക്കാം. ദ മജീഷ്യനാണ് വന്നിട്ടുള്ളത്. ദ മജീഷ്യൻ വന്നിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് വളരെയധികം സ്കിൽസും എബിലിറ്റിയും ഉള്ള ഒരാളാണ്. ഓക്കെ, യു ഹാവ് ഓൾ ദ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, യു നീഡ് ടു ബി സക്സസ്ഫുൾ എന്നുള്ളതാണ്. വിജയിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. ശൂന്യതയിൽ നിന്നെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയായിട്ട് നിങ്ങൾ, അതായത് യൂണിവേഴ്സ് പവർ കൂടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങുന്നതെല്ലാം നിങ്ങൾക്ക് നല്ലതേ കൊണ്ടുവരുമെന്നുള്ളത് കൂട്ടിയിട്ട് ഇതിനർത്ഥമാക്കേണ്ടത്. അതുപോലെ പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യത, ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നതാണെങ്കിൽ
പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ. ഓക്കെ, ആൻഡ് യുവർ ഫിനാൻസ് വിൽ ഇംപ്രൂവ്. അല്ലെങ്കിൽ യു വിൽ ഹാവ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എക്സ്ട്രാ മണി എന്നുള്ളൊരു അർത്ഥം ഇതിലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. 3 മേജർ ആർക്കാന കാർഡുകളാണ് നിങ്ങൾക്ക് ആദ്യത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് കൂട്ടിയിട്ട് നമുക്ക് നോക്കാം. അതിൽ വന്നിട്ടുള്ളത് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സിൽ കാണിക്കുന്നത് നിങ്ങളുടെ വിഷസ്, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വിൽ ബി കമ്മിങ് ട്രൂ എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്, ആ ആഗ്രഹങ്ങളെല്ലാം നടക്കും. അല്ലെങ്കിൽ യുവർ ഡ്രീംസ് വിൽ ബിക്കം എ റിയാലിറ്റി എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളത് അതെല്ലാം യാഥാർത്ഥ്യമാവാൻ പോകുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ദുഃഖം, നിരാശ അങ്ങനത്തെ സമയമൊക്കെ കഴിഞ്ഞു. ഓക്കെ, വളരെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുണ്ടാകാൻ പോവാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ. പുതിയ ബിസിനസ് അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിനൊക്കെ ചാൻസുള്ള സമയം കൂടിയിട്ടാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഹെൽത്തിൻ്റെ കാര്യത്തിലൊന്ന് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹെൽത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക. പിന്നെ ദൈവം നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണിപ്പം. പിന്നെ മജീഷ്യനാണ് 3ാമത്തെ കാർഡ് വന്നിട്ടുള്ളത്. മജീഷ്യൻ കാർഡിൽ നിങ്ങൾക്ക് എല്ലാ സ്കിൽസും നിങ്ങൾക്കുണ്ട്. 4ാമത്തെ കാർഡും വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. 9 ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ള കാർഡാണ് 4ാമതും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് കൂടിയിട്ട് ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് പറ്റുന്ന കമൻസ് കൂടിയിട്ട് എൻ്റെ അടുത്ത് അറിയിച്ചു തന്നാൽ നന്ദി. താങ്ക് യു.